ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് തിരുക്കുടുംബത്തിൻ്റെ തിരുനാളാണ്. ക്രിസ്മസ് കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ചയാണ് തിരുക്കുടുംബത്തിൻ്റെ തിരുനാൾ നമ്മൾ കൊണ്ടാടുക. ഒരു രൂപത്തിൽ പറഞ്ഞാൽ നമ്മൾ ഓരോ വർഷത്തിനും ഏറ്റവും അവസാനത്തെ ഞായറാഴ്ച തിരുക്കുടുംബത്തിൻ്റെ തിരുനാൾ, പുതുവർഷത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബങ്ങളെ ആഘോഷിച്ചുകൊണ്ട്, നമ്മുടെ കുടുംബങ്ങളെ തിരുക്കുടുംബമാക്കി മാറ്റിക്കൊണ്ട് നമുക്ക് പുതുവർഷത്തിലേക്ക് മുന്നേറാം. കാരണം കുടുംബത്തിലൂടെയാണ് പ്രിയപ്പെട്ടവരെ മനുഷ്യർ ദൈവമക്കളായി ജനിച്ച് വളരുക. തിരുക്കുടുംബം എന്ന് പറഞ്ഞാൽ ദൈവം അടിസ്ഥാനവും കേന്ദ്രവും മകുടവുമായിട്ടുള്ള കുടുംബത്തെയാണ് തിരുക്കുടുംബം എന്ന് പറയുക. തിരു എന്ന് പറഞ്ഞാൽ ദൈവം എന്നർത്ഥം. യോസേപ്പ് പിതാവും മാതാവും ഈശോയും ചേർന്നുള്ള കുടുംബം തിരുക്കുടുംബം. അവിടെ പ്രിയപ്പെട്ടവരെ, ദൈവം അവരുടെ കൂടെ വസിച്ചു, തൻ്റെ സ്നേഹത്താൽ അവരെ നിറച്ച് അവരുടെ പരസ്പര ബന്ധങ്ങളെ ക്രമീകരിച്ചു. ദൈവത്തിൻ്റെ ഇഷ്ടം അറിഞ്ഞ് അത് നിറവേറ്റി അവർ പരസ്പരം കടമകൾ നിറവേറ്റി പരസ്പരം സ്നേഹിച്ച് ലോകത്തിന് രക്ഷകനെ പകർന്ന് ലോകത്തിന് രക്ഷ അനുഭൂതിമാക്കി അവർ ജീവിച്ചു. ഇന്ന് നമ്മൾ ഈ തിരുക്കുടുംബത്തിൻ്റെ തിരുനാൾ കൊണ്ടാടുമ്പോൾ നമ്മുടെയൊക്കെ കുടുംബങ്ങളുടെ ആഘോഷമായി അത് മാറട്ടെ. നമ്മുടെ ഓരോ കുടുംബത്തിലും ആ തിരുക്കുടുംബത്തിൻ്റെ അനുഭവം ഉണ്ടാകട്ടെ. തിരുക്കുടുംബത്തിലെ സ്നേഹവും സന്തോഷവും സമാധാനവും അനുഗ്രഹവും ഐശ്വര്യവും നമ്മുടെ കുടുംബങ്ങളിൽ എന്നും നിറയട്ടെ. തിരുക്കുടുംബത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വിഷമതകളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനെല്ലാം തരണം ചെയ്യുവാൻ അവർക്ക് സാധിച്ചു. കാരണം ദൈവം അവരോട് കൂടെ ഉണ്ടായിരുന്നു. ദൈവം അവരിൽ പ്രവർത്തിച്ചു, അവരിലൂടെ പ്രവർത്തിച്ചു. ദൈവം മനുഷ്യവർഗത്തെ രക്ഷിക്കാൻ വേണ്ടി രക്ഷകനെ അയച്ചപ്പോൾ ആ രക്ഷകന് വേണ്ടി നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരുക്കമാണ് തിരുക്കുടുംബത്തെ രൂപപ്പെടുത്തി എന്നുള്ളത്. ഈശോയ്ക്ക് ജന്മമേകുവാൻ ഒരു മനുഷ്യൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാലാണ് ദൈവപുത്രനെ തന്നെയായ ഈശോയെ മാതാവ് ഗർഭം ധരിച്ചത്. എന്നാൽ ഈ ലോകത്തിൽ ഒരു പിതാവ് എന്ന രീതിയിൽ സംരക്ഷിച്ച് പരിപാലിച്ച് പരിശീലിപ്പിച്ച് വളർത്തുവാൻ ദൈവത്തിൻ്റെ പ്രതിനിധിയായി, ഫ്രാൻസിസ് പാപ്പായുടെ വാക്കുകളിൽ, ദൈവത്തിൻ്റെ പിതാവായ ദൈവത്തിൻ്റെ ഒരു നിഴലായി യോസേപ്പ് പിതാവ് ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിച്ചു. ഈശോ ജനിക്കും മുമ്പ് ആ കുടുംബത്തെ രൂപപ്പെടുത്തുവാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, ആ കുടുംബത്തിലാണല്ലോ ആട്ടിടയന്മാർ വന്ന ദൈവപുത്രനെ കണ്ടുമുട്ടിയത്. ആ കുടുംബത്തിലാണല്ലോ 3 രാജാക്കന്മാർ വന്ന ഈശോയെ കണ്ടുമുട്ടിയത്. ആ കുടുംബത്തിലൂടെയാണല്ലോ പ്രിയപ്പെട്ടവരെ സർവ്വജനത്തിന് സന്തോഷമേകുന്ന രക്ഷകന് ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. തിരുക്കുടുംബത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ആ തിരുക്കുടുംബത്തെ നമുക്ക് അനുകരിച്ച് ജീവിക്കുവാനായിട്ട് തയ്യാറാകാം. ഒരു കുടുംബത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ കുടുംബത്തിലെ ബന്ധങ്ങളാണ്. ദൈവവുമായിട്ടുള്ള ബന്ധം, പരസ്പരമുള്ള ബന്ധം, ലോകവുമായിട്ടുള്ള ബന്ധം. തിരുക്കുടുംബത്തിൽ പ്രിയപ്പെട്ടവരെ അതെല്ലാം ദൈവാത്മാവിനാൽ നയിക്കപ്പെട്ട, ദൈവസ്നേഹത്താൽ നിറഞ്ഞുള്ള, ദൈവവചനത്തിന് അനുസൃതമായിട്ടുള്ള ബന്ധപ്പെടൽ ആയിരുന്നു. നമുക്ക് നമ്മുടെ ബന്ധങ്ങളെയെല്ലാം ആ രീതിയിൽ ക്രമീകരിക്കുവാൻ സാധിക്കുമ്പോൾ നമ്മുടെ മക്കളൊക്കെ പ്രിയപ്പെട്ടവരെ ദൈവമക്കളായി വളർന്നു വരും. ലോകത്തിന് അനുഗ്രഹമായി അവർ ജീവിക്കും. ലോകത്തിന് രക്ഷ പകരാനുള്ള ദൈവത്തിൻ്റെ ഉപകരണങ്ങളായി അവർ വർത്തിക്കുകയും ചെയ്യും. ആ രീതിയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ഓരോരുത്തരും വളർന്നു വരണം. അതിന് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് 7 കൂദാശകളുണ്ടല്ലോ. ആദ്യത്തെ 3 കൂദാശകൾ പ്രിയപ്പെട്ടവരെ നമ്മളാക്കുക, നമ്മുടെ ഐഡൻറ്റിറ്റി ഓർമ്മപ്പെടുത്തുവാണ് ആദ്യത്തെ 3 കൂദാശകൾ. അവയാണ് പ്രാരംഭ കൂദാശകൾ. പിതാവിൻ്റെ മക്കളായി, ഈശോയുടെ ശിഷ്യരായി, പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളായി നമ്മൾ മാറുന്നു ആ 3 കൂദാശകളിലൂടെ. പിന്നെ 2 കൂദാശകളുണ്ട്. ആ കൂദാശകൾ കുമ്പസാരവും രോഗീലേപനവുമാണ്.
നമ്മുടെ രോഗത്തിൽ നിന്ന്, ആത്മാവിൻ്റെയോ ശരീരത്തിൻ്റെയോ ഒക്കെ രോഗാവസ്ഥകളിൽ നിന്നെല്ലാം നമ്മളെ വിമോചിപ്പിച്ച് നമ്മളെ എല്ലാ തരത്തിലും ആരോഗ്യം നിറഞ്ഞവരാക്കി മാറ്റുവാനുള്ള സൗഖ്യദായക കൂദാശകളാണ് അവ രണ്ടും. എന്നാൽ തിരുപ്പട്ടവും വിവാഹവും പ്രിയപ്പെട്ടവരെ, അത് ദൈവം നമ്മളെ ദൗത്യമേൽപ്പിക്കുന്ന കൂദാശകളാണ്, ശുശ്രൂഷ കൂദാശകളാണ്. ഇപ്പം നമ്മൾ ഒരു വിധത്തിൽ ഒരു കുടുംബത്തെ രൂപപ്പെടുത്തി വളർത്തുവാനായിട്ട് വിവാഹ എന്ന കൂദാശയിലൂടെ ഒരു സമൂഹത്തെ രൂപപ്പെടുത്തി വളർത്തുവാനായിട്ട് തിരുപ്പട്ടം എന്ന കൂദാശയിലൂടെയും മനുഷ്യർ വിളിക്കപ്പെടുകയാണ്. അപ്പോൾ ഈ വിവാഹം എന്നുള്ള കൂദാശയിലൂടെ നമുക്ക് നൽകപ്പെടുന്നത് പ്രധാനമായും 2 കടമകളാണ്. ഒന്ന് സ്നേഹിക്കുക, 2 ജീവനേകുക എന്നുള്ളതാണ്. ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവിലൂടെ ദൈവസ്നേഹത്താൽ നിറഞ്ഞ് ആ സ്നേഹത്തിൽ പരസ്പരം സമർപ്പിച്ച് ജീവിതാവസാനം വരെ പരസ്പരം ആദരിച്ച് ഒരുമയോടെ ജീവിക്കുവാൻ അവർ പ്രതിജ്ഞയെടുത്ത് ഉടമ്പടി ചെയ്യുമ്പോൾ പ്രിയപ്പെട്ടവരെ അവർ സ്നേഹിക്കുവാനായിട്ട് പ്രത്യേകമായിട്ട് സജ്ജരാക്കപ്പെടുകയാണ്, വിളിക്കപ്പെടുകയാണ്. പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി ദൈവസ്നേഹത്താൽ നിറഞ്ഞ് പ്രിയപ്പെട്ടവരെ അവർ സ്നേഹിക്കുവാനായിട്ട് ശ്രദ്ധ വയ്ക്കുന്നു. പരിശുദ്ധ ത്രിത്വത്തിലെ ഓരോ വ്യക്തിയെയും പോലെ പിതാവിനെ പോലെ സ്നേഹിക്കുന്നവരും പുത്രനെ പോലെ സ്നേഹിക്കപ്പെടുന്നവരും പരിശുദ്ധാത്മാവിനെ പോലെ സ്നേഹിപ്പിക്കുന്നവരുമായി പ്രിയപ്പെട്ടവരെ അവർ ജീവിക്കും. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ മനുഷ്യ ജീവിതത്തിലെ പ്രത്യേകമായിട്ടുള്ള കൂദാശയാണ് പ്രിയപ്പെട്ടവരെ വിവാഹം എന്നത്. അപ്പോൾ അവിടെ പരിശുദ്ധ ത്രിത്വത്തിലെ ആ കൂട്ടായ്മ, പരിശുദ്ധ ത്രിത്വത്തിലെ ആ ഏകത്വം, പരിശുദ്ധ ത്രിത്വത്തിലെ പരസ്പര ആദരവ്, അതെല്ലാം നമ്മുടെ ഈ കുടുംബത്തിൽ, തിരുക്കുടുംബത്തിൽ അവിടെ പ്രകടമാകേണ്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് അറിയാം പരിശുദ്ധ ത്രിത്വത്തിലെ ഓരോ വ്യക്തിയും 3 വ്യക്തികൾ സ്നേഹത്തിൻ്റെ തികവിൽ ഒരേ ദൈവമായിരിക്കുന്ന അനുഭവമാണ് പരിശുദ്ധ ത്രിത്വമെങ്കിൽ അവിടെ ഓരോ വ്യക്തിയും അനന്യരാണ്. ആ യുണിക്നെസ് ഓരോ വ്യക്തിയും പ്രിയപ്പെട്ടവരെ തങ്ങൾ എന്നുള്ള രീതിയിൽ അംഗീകരിക്കപ്പെടുമ്പോൾ, ആദരിക്കപ്പെടുമ്പോൾ അവിടെയാണ് ത്രിത്വത്തിൻ്റെ അനുഭവം വരിക. അതാണ് കുടുംബത്തിലെ അനുഭവം. കുടുംബത്തിലെ ഭാര്യയും ഭർത്താവും മക്കളും സഹോദരങ്ങളും ഒക്കെ ആയുള്ള ആ ബന്ധങ്ങളൊക്കെ ഓർക്കുക, അയൽക്കാരുമായിട്ടുള്ള ബന്ധങ്ങളെല്ലാം ഓർക്കുക. ആ ബന്ധങ്ങളിലെല്ലാം ദൈവസ്നേഹം നിറയുമ്പോൾ, ആ ബന്ധങ്ങളിലെല്ലാം ദൈവികത പുലർത്താൻ ശ്രദ്ധ വയ്ക്കുമ്പോൾ, 2ാമത്തെ വായനയിൽ പറയുന്നത് പോലെ ദയയും അനുകമ്പയും കൃപയും ഒക്കെ ക്ഷമയും എല്ലാം പരസ്പരം പകരാനായിട്ട് സാധിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ അവിടെയാണ് നമ്മുടെ കുടുംബം തിരുക്കുടുംബമായി മാറുക. നമ്മൾ ഭാര്യ ഭർത്താവിനെ ആദരിക്കണം, ഭർത്താവ് ഭാര്യയെ ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യണം. മാതാപിതാക്കൾ മക്കളെ സ്നേഹിക്കണം. ദൈവമക്കളായി, ദൈവദാനമായി സ്വീകരിച്ച ദൈവമക്കളായി അവരെയൊക്കെ വളർത്തിയെടുക്കണം. എന്നിട്ടോ ആ മക്കളോ മാതാപിതാക്കന്മാരെ ആദരിക്കുകയും അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യണം. ഈശോനാഥൻ യൗസേപ്പിതാവിനും മാതാവിനും അനുസരണമുള്ളവനായി തിരുക്കുടുംബത്തിൽ വളർന്നു വന്നതുപോലെ നമ്മുടെ മക്കളൊക്കെ വളർന്നു വരണം. അവിടെ ഈ മാതാപിതാക്കന്മാരുടെ വലിയൊരു കടമയുണ്ട്. ഈ കുട്ടികൾ വളർന്നു വരുന്നതനുസരിച്ച് അവരുടെ വ്യക്തിത്വത്തെ മാനിക്കണം. അവർ ഓരോരുത്തരും തനിമയുള്ള വ്യക്തികളായി വളരുന്നു എന്ന് നമ്മൾ ബോധപ്പെടണം, അംഗീകരിക്കണം. നമ്മുടെ പല കുടുംബങ്ങളിലും കുട്ടികൾ ടീനേജിലേക്ക് കടന്നു വരുമ്പോൾ ഒരു 12 വയസ്സൊക്കെ ആകുമ്പോഴേക്കും ചോദ്യം ചെയ്യുന്ന ഒരു അനുഭവത്തിലേക്ക് വരും. മാതാപിതാക്കന്മാർക്ക് പലപ്പോഴും മക്കളെ മനസ്സിലാകത്തില്ല. ഇത്രയും കാലം എത്ര നല്ല തങ്കപ്പെട്ട പയ്യനായിട്ട് ഞങ്ങളെ അനുസരിച്ച് ജീവിച്ചു, പക്ഷേ ഇപ്പോഴോ എല്ലാം തറുതല പറയുന്നു, അനുസരിക്കുന്നില്ല, വേണ്ടാത്തിടത്ത് പോകുന്നു. ആ രീതിയിലൊക്കെ പ്രിയപ്പെട്ടവരെ ഒരു വിധത്തിൽ നമ്മുടെ തിരുക്കുടുംബത്തിലും ആ അനുഭവം കാണുന്നുണ്ട്. ആ ടീനേജ് കഴിഞ്ഞ് പ്രിയപ്പെട്ടവരെ യുവത്വത്തിലേക്ക് കടന്നു വരുന്ന ഈശോനാഥൻ മാതാവിനോട് ചോദിക്കുന്ന ചോദ്യം പല കുടുംബങ്ങളിലും മക്കൾ മാതാപിതാക്കന്മാരോട് ചോദിക്കുന്നുണ്ട്. പലപ്പോഴും ഈ മക്കളോടുള്ള ആവലാതിയും വേവലാതിയും മാതാവ് ഈശോയോട് പറഞ്ഞതുപോലെ നീ എന്താ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചുള്ള ചോദ്യങ്ങൾ നമ്മൾ പലപ്പോഴും കാണുന്നുണ്ട്. മനുഷ്യനായി അവതരിച്ച ദൈവപുത്രൻ പ്രിയപ്പെട്ടവരെ മനുഷ്യ ജീവിത ഘട്ടങ്ങളിലൂടെയൊക്കെയാണ് കടന്നുപോയത്. അവിടെ അവർ ആ ഈശോയെ അംഗീകരിച്ചപ്പോൾ, ആദരിച്ചപ്പോൾ പ്രിയപ്പെട്ടവരെ അവിടുത്തെ മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധ വെച്ചപ്പോൾ
കർത്താവിനെ ഒതുക്കാൻ തയ്യാറാകാതിരുന്നപ്പോൾ അവരോട് കൂടെ ചെന്ന് അവർക്ക് വിധേയനായി കർത്താവ് ജീവിച്ചു എന്ന് പറയാണ്. 30 വയസ്സുവരെയും കർത്താവ് ആ തിരുക്കുടുംബത്തിൽ വളർന്നു. പ്രിയപ്പെട്ടവരെ, ഒരു കുടുംബത്തിലെ അംഗമായിട്ട് വളർന്നു, നല്ല മകനായിട്ട് വളർന്നു, ഹൃദയം തുറന്ന്. നമ്മൾ ഓരോ കുടുംബത്തിലും പ്രിയപ്പെട്ടവരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അത് തിരുക്കുടുംബം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവ സാന്നിധ്യം ബോധപ്പെടുക, പരസ്പരം ദൈവദാനമായി ദർശിക്കുക, എന്നിട്ടോ എപ്പോഴും ദൈവത്തിൻ്റെ തിരുവിഷ്ടം തേടുക. ഉറങ്ങുകയാണെങ്കിലും ഉണർന്നിരിക്കുകയാണെങ്കിലും ആ പ്രശ്നങ്ങളിൽ ദൈവത്തിൽ നിന്ന് പരിഹാരം തേടാനും കണ്ടെത്താനും അത് പ്രാവർത്തികമാക്കാനും ശ്രദ്ധ വയ്ക്കുക. അങ്ങനെ ദൈവത്തെ കുടുംബത്തിൻ്റെ കേന്ദ്രമായി സ്വീകരിക്കുവാനും അംഗീകരിക്കുവാനും പ്രിയപ്പെട്ടവരെ തയ്യാറാകുമ്പോഴാണ് നമ്മുടെ കുടുംബമൊക്കെ നല്ല തിരുക്കുടുംബമായി മാറുക. പരസ്പരം ദൈവത്തിൻ്റെ ദാനമായിട്ടാണ് കാണുക. മാതാവിനെ സംബന്ധിച്ച് യൗസേപ്പ് പിതാവ് ദൈവത്തിൻ്റെ ദാനമായിരുന്നു. യൗസേപ്പ് പിതാവിന് മാതാവ് ദൈവത്തിൻ്റെ ദാനമായിരുന്നു. ഞാൻ പ്രേമിച്ചു കല്യാണം കഴിച്ചവൾ എന്ന രീതിയിലോ അല്ലെങ്കിൽ എൻ്റെ ബന്ധുക്കൾ ആലോചിച്ചുറപ്പിച്ച വിവാഹം എന്ന രീതിയിലോ ഒന്നുമല്ല കൃത്യം പറഞ്ഞല്ല വിവാഹം നടക്കുക. വിവാഹം നടന്നത് ദൈവം പറഞ്ഞത് അനുസരിച്ചാണ്, ദൈവത്തിൻ്റെ ഇഷ്ടം പൂർണ്ണമായി നിറവേറ്റിക്കൊണ്ടാണ്. 3 പേരെയും നമ്മൾ നോക്കിക്കേ. യോസേപ്പ് പിതാവ് നിദ്രയിൽ നിന്നുണർന്ന കർത്താവ് പറഞ്ഞതുപോലെ പ്രവർത്തിച്ചു. എപ്പോഴും ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ ശ്രദ്ധ വെച്ച ആളാണ് യോസേപ്പ് പിതാവ്. മാതാവ് എന്താ പറയുന്നത്? ദൈവമേ, ഇതാ നിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്നല്ലേ പറഞ്ഞ് തന്നെ പിതാവിൻ്റെ ഇഷ്ടത്തിനായി സമർപ്പിച്ചത്. ഈശോയാണെങ്കിൽ തൻ്റെ ജീവിതത്തിൻ്റെ തുടക്കം മുതൽ അവസാനം വരെയും മരണം വരെയും എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുക. ഇവിടെയും നമ്മൾ കാണുന്നത് ആ ഈശോ മാതാവിനോട് ചോദിക്കുന്ന ചോദ്യത്തിലും അതല്ലേ പറയുന്നത്, ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വ്യാപൃതനാകണമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ എന്നാണ് ചോദിക്കുക. എപ്പോഴും ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റി ജീവിക്കുവാനായിട്ട് ശ്രദ്ധ വെച്ച ഈശോനാഥൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ഓർക്കുക, ദൈവമാണ് കേന്ദ്രം, ദൈവമാണ് മകുടം, ദൈവമാണ് അടിസ്ഥാനം. ആ ദൈവം കഴിഞ്ഞേയുള്ളൂ പരസ്പരം. ആരും ഒരു ഭാര്യയും ഭർത്താവിനെ ദൈവമാക്കരുത്, ഭർത്താവിൽ ദൈവത്തെ കാണണം. ഒരു ഭർത്താവും ഭാര്യയെ ദൈവമാക്കരുത്, പിന്നെയോ അവളിൽ ദൈവത്തെ കാണണം. മക്കളിൽ മാതാപിതാക്കന്മാർ അവരെ ദൈവമാക്കരുത്, ദൈവത്തെ കാണണം. പക്ഷേ അവർക്ക് തിരുക്കുടുംബത്തിൽ വളർന്ന ആ പുത്രൻ ദൈവം തന്നെയായിരുന്നു. അപ്പം ആ ദൈവത്തിൻ്റെ ദാനം, ദൈവത്തിൻ്റെ മകൻ എന്ന രീതിയിൽ ആ മകനെ വളർത്തിയെടുക്കുക. നമ്മൾ വായിക്കുന്നുണ്ട്, ഇന്നത്തെ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്, ഈശോനാഥൻ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. പ്രിയപ്പെട്ടവരെ, നല്ല കുടുംബത്തിൽ ജനിച്ചു വളരുവാൻ സാധിക്കുമ്പോഴാണ്, അപ്പൻ്റെ അമ്മയുടെ സ്നേഹം നന്നായിട്ട് അനുഭവിച്ച് ജീവിക്കുവാനായിട്ട് ശ്രദ്ധ വയ്ക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ മക്കളൊക്കെ നല്ല മനുഷ്യരായി വളർന്നു വരിക. ഇന്നത്തെ ലോകത്തിൽ പ്രിയപ്പെട്ടവരെ പലരും തോന്നിവാസം ജീവിക്കുന്നുണ്ട്, സമൂഹത്തിൽ അക്രമം വരുത്തിക്കൊണ്ട് ജീവിക്കുന്നുണ്ട്, സമൂഹത്തിൽ വിനാശം വരുത്തിക്കൊണ്ട് ജീവിക്കുന്നുണ്ട്. എങ്കിൽ അതിൻ്റെ കാരണം അവർക്ക് നല്ലൊരു കുടുംബത്തിൽ സ്നേഹത്തിൻ്റെ ഫലമായി ജനിക്കാനായില്ല, അല്ലെങ്കിൽ സ്നേഹം അനുഭവിച്ച് വളരാൻ സാധിച്ചില്ല എന്നതാകാം. അപ്പം നമുക്കൊക്കെ ഒരു വിധത്തിൽ ദൈവം പ്രിയപ്പെട്ടവരെ നമ്മൾ നോക്കിക്കേ, ആ മനുഷ്യൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി ദൈവം വരുത്തിയ ആദ്യത്തെ സംവിധാനം കുടുംബത്തെ രൂപപ്പെടുത്തി എന്നുള്ളതാണ്. നമ്മൾ അത് ഉൽപ്പത്തി പുസ്തകം 2-ാമത്തെ അധ്യായത്തിൽ വായിക്കുവാണ്. ദൈവം ഇങ്ങനെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നന്നല്ല എന്ന് കണ്ട കാര്യം അത് പരിഹരിക്കാൻ വേണ്ടിയാണ് ആദ്യത്തെ കുടുംബത്തെ ദൈവം ഉരുവാക്കിയത് എന്ന് പ്രത്യേകമായി നമുക്ക് ഓർക്കാം. അതേപോലെ തന്നെ ഈശോനാഥൻ തൻ്റെ രക്ഷയുടെ പ്രവർത്തനം പരസ്യജീവിതം ആരംഭിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ രക്ഷ പകരാൻ വേണ്ടി കർത്താവ് ആദ്യം ചെയ്ത അത്ഭുതം ഒരു കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു. കല്യാണ വിരുന്നിൽ പ്രിയപ്പെട്ടവരെ അവർക്ക് തീർന്നു പോയത് സമൃദ്ധമായി കൊടുത്തുകൊണ്ട് കർത്താവ് ആ കുടുംബത്തെ രക്ഷിക്കുന്നത് നമ്മൾ കാണുക. കുടുംബത്തിൻ്റെ പ്രാധാന്യമാണ്. ഇന്നത്തെ 1-ാമത്തെ വായനയിൽ പ്രിയപ്പെട്ടവരെ ഹന്ന സമൂവേലിനെ ദേവാലയത്തിൽ കൊണ്ടുപോയി ദൈവത്തിന് സമർപ്പിച്ചതുപോലെയാണ് ഒരു വിധത്തിൽ മാതാവ് ഈശോയെ ദൈവത്തിനായി സമർപ്പിക്കുന്നത്. നമ്മൾ രണ്ട് സംഭവങ്ങളും തമ്മിൽ താരതമ്യം ചെയ്യാനുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. ഒരേപോലെ അല്ല എങ്കിൽ പോലും ഒരു വിധത്തിൽ ഇത് എൻ്റെ മകനല്ല, ദൈവമേ നിൻ്റെ മകനാണ്, നിൻ്റെ ദാനമാണ്, എൻ്റെ പ്രാർത്ഥനയുടെ ഫലമാണ്, പക്ഷേ നിൻ്റെ ദാനമാണ് എന്ന മനോഭാവത്തോടെ ഹന്ന സമൂലിനെ കർത്താവിന് സമർപ്പിച്ചു. ഈ സമൂൽ എങ്ങനെ വളർന്നു അതേപോലെ ഈശോയും വളർന്നു എന്ന് എടുത്ത് പറയുന്നുണ്ട് ലൂക്ക സുവിശേഷകൻ.
പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ രണ്ടാമത്തെ വായനയിൽ നമ്മൾ പ്രത്യേകമായിട്ട് നമ്മൾ കാണുന്നത് ഒരു കുടുംബത്തിൽ നമ്മൾ പുലർത്തേണ്ട എല്ലാ മനോഭാവങ്ങളുമാണ്. സ്നേഹം, സന്തോഷം, സമാധാനം എല്ലാം വേണം. ക്ഷമ. ഏറ്റവും കൂടുതലായി നമ്മൾ പരസ്പരം ഓർത്ത് നന്ദി പറയണമെന്നാണ് പറയുക. ഒരു ഭർത്താവ് ഭാര്യയെ നോക്കി, എന്നെ ഏറ്റവും സ്നേഹിക്കുന്ന ദൈവം എന്നെ അനുഗ്രഹിക്കാൻ വേണ്ടി എനിക്ക് തന്ന ഏറ്റവും വലിയ ദാനമാണ് എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ എന്ന് പറഞ്ഞ് പ്രിയപ്പെട്ടവരെ അവളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാനായിട്ട് ശ്രദ്ധ വയ്ക്കണം. ഓരോ ഭാര്യയും തൻ്റെ ഭർത്താവിനെ നോക്കി, എന്നെ ഏറ്റവും സ്നേഹിക്കുന്ന ദൈവം എന്നെ അനുഗ്രഹിക്കാൻ വേണ്ടി എനിക്ക് തന്ന ഏറ്റവും വലിയ ദാനമാണ് എൻ്റെ ഭർത്താവ് എന്ന് പറഞ്ഞ് ദൈവത്തിന് നന്ദി പറയാനായിട്ട് ശ്രദ്ധിക്കണം. മാതാപിതാക്കന്മാർ മക്കളെ നോക്കി, ഞങ്ങളെ ഏറ്റവും സ്നേഹിക്കുന്ന ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കാൻ വേണ്ടി ഞങ്ങളെ വിശ്വസിച്ച് ഏൽപ്പിച്ച ദൈവമക്കളാണ് ഈ കുഞ്ഞുങ്ങൾ. അവരെ ഓർത്ത് ദൈവമേ അങ്ങേക്ക് നന്ദി പറയുന്നു എന്നറിഞ്ഞ് മക്കളെ ഓർത്ത് നന്ദി പറയണം. മക്കളും മാതാപിതാക്കന്മാരെ ഓർത്തും നിരന്തരം ദൈവത്തിന് നന്ദി പറയാൻ ശ്രദ്ധിക്കണം. രണ്ടാമത്തെ വായനയിൽ പൗലോസ് അപ്പോസ്തലൻ നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്ന കാര്യം അതാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ സങ്കീർത്തനം 128 സങ്കീർത്തനം കുടുംബത്തിൻ്റെ സങ്കീർത്തനമാണ്. ദൈവത്തെ ഭയപ്പെടുന്നവൻ, ദൈവപാതയിലൂടെ വഴി നടക്കുന്നവൻ എങ്ങനെ അനുഗ്രഹിക്കപ്പെടും എന്ന് പറഞ്ഞിട്ട് അവിടെ പറയുന്നത്. സമൃദ്ധിയുടെ പ്രതീകമായി കുടുംബത്തിലെ ഭാര്യ, അഭിഷേകം സ്വീകരിച്ച ശക്തി നിറഞ്ഞ ഒലിവുതൈകൾ പോലെ മക്കൾ, ആ കുടുംബത്തിൽ അവരുടെ എല്ലാ ഉദ്യമങ്ങളും സഫലീകരിക്കപ്പെടുന്നു. അവിടെ സന്തോഷം നിറയുന്നു, സമാധാനം നിറയുന്നു, ഐശ്വര്യം നിറയുന്നു, അനുഗ്രഹം നിറയുന്നു. നമ്മുടെ ഓരോ കുടുംബവും അങ്ങനെ ആകണം പ്രിയപ്പെട്ടവരെ. നമ്മുടെ ഓരോ കുടുംബവും അങ്ങനെ ആകണം. നമുക്ക് നമ്മുടെ മക്കളെ നഷ്ടപ്പെട്ടു പോകരുത്. നഷ്ടപ്പെട്ടു പോയാൽ അവരെ തിരിഞ്ഞ് നമ്മൾ കണ്ടെത്തണം. കണ്ടു കിട്ടുവോളം വരെ നമ്മൾ തേടണം. ഒരു കുഞ്ഞിനെ സംബന്ധിച്ച് പ്രിയപ്പെട്ടവരെ ഏറ്റവും പ്രധാനമായി അതിന് വേണ്ടത് വലിയൊരു മാളികയോ ഒത്തിരി പണമോ പ്രശസ്തിയോ ഒന്നുമല്ല. പിന്നെയോ തങ്ങളെ സ്നേഹിക്കുന്ന, തങ്ങളെ കരുതുന്ന, തങ്ങളെ ആദരിക്കുന്ന മാതാപിതാക്കന്മാരും സഹോദരങ്ങളും. നമ്മുടെ ഓരോ കുടുംബത്തിലും അങ്ങനെ ഉണ്ടാകട്ടെ. അപ്പം നമ്മൾ തിരുക്കുടുംബത്തിൻ്റെ തിരുനാൾ കൊണ്ടാടുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ കുടുംബ അവസ്ഥയെക്കുറിച്ച് നന്നായിട്ടൊന്ന് ബോധപ്പെടാം, നന്നായിട്ടൊന്ന് അവലോകനം ചെയ്യാം. നമ്മുടെ കുടുംബത്തിൽ സ്നേഹമുണ്ടോ, ഐക്യമുണ്ടോ, ആദരവുണ്ടോ, അംഗീകാരമുണ്ടോ, ക്ഷമ ഉണ്ടോ, പരസ്പരം ഓർത്തുള്ള കൃതജ്ഞതയുണ്ടോ, പരസ്പരം ദാനമായി കാണാൻ സാധിക്കുന്നുണ്ടോ എന്നെല്ലാം പ്രിയപ്പെട്ടവരെ ആത്മശോധന ചെയ്ത് ആ തിരുക്കുടുംബത്തിലെ 3 പേരെയും അനുകരിച്ച് നമുക്ക് ജീവിക്കുവാനായിട്ട് തയ്യാറാകാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾക്ക് അപ്പനുണ്ട് എന്ന് പറഞ്ഞാലും അവരുടെ ജീവിതത്തിൽ നമ്മൾ അപ്പനായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ, അവർക്ക് വേണ്ട സമയം കൊടുക്കാൻ, വേണ്ട കരുതൽ കൊടുക്കാൻ, അവരെ ശ്രവിക്കുവാൻ, അവരെ ഉപദേശിക്കുവാൻ, വഴി നടത്താൻ ഒക്കെ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് ആത്മശോധന ചെയ്യുക. അതേപോലെ അമ്മമാരും മക്കളെ ദൈവത്തിൻ്റെ ദാനമെന്ന രീതിയിൽ കണ്ട് അവരെ ദൈവമക്കളായി വളർത്തുക എന്നുള്ളത് ദൈവമേൽപ്പിച്ച ദൗത്യമാണ് എന്ന ബോധത്തോടെ ഭർത്താവിനോട് ഒന്നുചേർന്ന് അവർക്ക് മുന്നേറാനായിട്ട് സാധിക്കണം. മക്കളുടെ മുമ്പിൽ വെച്ച് മാതാപിതാക്കന്മാർ പരസ്പരം വഴക്കിടാൻ പോകരുത് പ്രിയപ്പെട്ടവരെ. പിന്നെയോ അതേപോലെ മക്കളെയും താഴ്ത്തിക്കെട്ടരുത്. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് പരസ്പരം ആദരിക്കുന്ന, അംഗീകരിക്കുന്ന, സ്നേഹിക്കുന്ന, കരുതുന്ന, ശ്രവിക്കുന്ന, സംസാരിക്കുന്ന, പരസ്പരമോർത്ത് ദൈവത്തിന് നന്ദി പറയുന്ന, പരസ്പരമോർത്ത് സന്തോഷിക്കുന്ന, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന, ഒരുമിച്ച് ഭക്ഷിക്കുന്ന, ഒരുമിച്ച് ഉല്ലസിക്കുന്ന, ഒരുമിച്ച് യാത്ര ചെയ്യുന്ന കുടുംബങ്ങളായി പ്രിയപ്പെട്ടവരെ നമുക്ക് ജീവിക്കാം. അങ്ങനെ നല്ല തിരുക്കുടുംബമായി രൂപാന്തരപ്പെട്ട്, തിരുക്കുടുംബം പോലെ രൂപാന്തരപ്പെട്ട് ദൈവത്തിൻ്റെ പിതാവായി ദൈവത്തിൻ്റെ സ്നേഹം നുകർന്ന് പുത്രനായി ഈശോ സാധിച്ച രക്ഷ അനുഭവിച്ച് പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ നിറഞ്ഞ് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് നമുക്ക് ഐശ്വര്യം നിറഞ്ഞ, അനുഗ്രഹം നിറഞ്ഞ, കൃപ നിറഞ്ഞ നല്ല കുടുംബങ്ങളായി ജീവിക്കാം. നല്ല കുടുംബങ്ങളെ നമുക്ക് രൂപപ്പെടുത്താം. നമ്മുടെ കുടുംബത്തിൽ ഒതുങ്ങി നിൽക്കേണ്ടവരല്ല. പിന്നെ ഇടവകയാകുന്ന കുടുംബമുണ്ട്, കുടുംബ കൂട്ടായ്മ ആകുന്ന കുടുംബമുണ്ട്, തിരുസഭയാകുന്ന കുടുംബമുണ്ട്. ഒരു രൂപത്തിൽ നമ്മുടെ ഫ്രാൻസിസ് പാപ്പയുടെ വലിയ താല്പര്യം ഫ്രത്തേലി തൂത്തി എന്നുള്ള ആ ലേഖനത്തിൽ അദ്ദേഹം പ്രത്യേകമായിട്ട് എഴുതുന്നുണ്ട്. മനുഷ്യവർഗം മുഴുവനും ജാതിമത ഭേദമന്യേ ഒറ്റ കുടുംബമായി മാറണം, അതാണ് എൻ്റെ സ്വപ്നമെന്ന്. മനുഷ്യവർഗത്തെ മുഴുവനും പ്രിയപ്പെട്ടവരെ തിരുക്കുടുംബമാക്കാൻ വേണ്ടിയാണ് ദൈവപുത്രൻ മനുഷ്യപുത്രനായി അവതരിച്ചത്.
അവനിലൂടെ മനുഷ്യരെല്ലാം തിരുക്കുടുംബമായി മാറട്ടെ. മനുഷ്യവർഗം മുഴുവനും സ്വർഗീയ കുടുംബമായി മാറട്ടെ. അവിടെ പിതാവ് നമുക്ക് പിതാവായുണ്ട്, ദൈവമാതാവ് നമുക്ക് അമ്മയായുണ്ട്, പരിശുദ്ധാത്മാവ് നമുക്കെന്നും തുണയായുണ്ട്, യൗസേ പിതാവ് നമ്മുടെ പരിപാലകനായുണ്ട്. എന്നും നമുക്ക് നല്ല കുടുംബമായി, തിരുക്കുടുംബമായി ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവസ്നേഹം പരസ്പരം പകർന്ന് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റി ജീവിക്കുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. എല്ലാവർക്കും ഈ സുദിനത്തിൻ്റെ തിരുനാളിൻ്റെ മംഗളങ്ങളും അനുഗ്രഹങ്ങളും ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. ദൈവം നമ്മുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാകട്ടെ, നമ്മെ അനുഗ്രഹത്തിൻ്റെ പാതയിലൂടെ വഴി നിർത്തുകയും ചെയ്യട്ടെ.